ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജെയ്മെയിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. നാലാമത്തെ പേപ്പർ അഥവാ 8th ഈവനിങ്ങിലെ ജനുവരി 2020 അതിലെ ക്വസ്റ്റ്യൻസാണ് ചെയ്യണത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എത്തി. 5 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻ നോക്കി, ആൽഫ ആൻഡ് ബീറ്റ ബി ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് പവർ 4 and x square respectively in the expansion of x plus root over x square minus 1 whole power 6 plus x minus root over x square minus 1 whole power 6. Then നോക്കാം നമുക്ക്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് പവർ 4 and x square respectively in the expansion of x plus root over. ഇപ്പോൾ തന്നിരിക്കുന്ന നോക്കുക നിങ്ങൾ, a plus b power 6 പ്ലസ് a minus b whole power 6 ഫോമിലാണ് കിടക്കണേ. പിന്നെ രണ്ടിൻ്റെയും ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതി നോക്കുക. a plus b whole power 6ൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതുമ്പോൾ എന്താ വരുന്നത്? ഇത് മനസ്സിൽ ചെയ്യണം കേട്ടോ. ഇതൊക്കെ 6c0 a power 6 b power 0 പ്ലസ് 6c1 a power 5 b power 1 അങ്ങനെ പോയി 6c2 a power 4 b square പോയി എന്ത് വരെ വരുമ്പോൾ 6c6 a power 0 b power 6. a minus b whole raised to 6 ആണെങ്കിലോ 6c0 a power 6 b power 0 minus 6c1 a power 5 b power 1 plus 6c2 a power 4 b square പോയി ലാസ്റ്റ് ടേം p power 6 ആയതുകൊണ്ട് പ്ലസ് 6c6 a power 0 p power 6. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഫസ്റ്റ് ടേം ആഡ് ചെയ്യപ്പെട്ടു 2 times ആയി, സെക്കൻഡ് ടേമുകൾ ക്യാൻസൽ ആയിപ്പോയി, തേർഡ് ടേമുകൾ ആഡ് ചെയ്യപ്പെട്ടു, അങ്ങനെ ഫൈൻ. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നത് a plus b whole power 6 plus a minus b whole power 6 is equal to 2 times 6c0 a power 6 b power 0 plus 6c2 into a power 4 b square plus 6c4 into a power 2 b power 4 plus 6c6 into a power 0 b power 6. ഇപ്പോൾ എക്ക് പകരം ഇവിടെ എന്താ തന്നിരിക്കണേന്ന് നോക്കി. എക്ക് പകരം തന്നിരിക്കുന്നത് എക്സും ബിക്ക് പകരം തന്നിരിക്കുന്നത് റൂട്ട് ഓവർ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 6c0 എക്സ് പവർ 6 പ്ലസ് 6c2 ഇൻറ്റു എക്സ് പവർ 4 ഇൻറ്റു റൂട്ട് ഓവർ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ ഇതെന്തായാലും എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 6c4 ഇൻറ്റു എക്സ് പവർ 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 6c6 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ദി ഹോൾ ക്യൂബ്. ഇങ്ങനെ തന്നിരിക്കുക. ഇനി എക്സ് പവർ 4ൻ്റെയും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സ് പവർ 4ൻ്റെയും ആൽഫ എന്ന് പറഞ്ഞത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് പവർ 4, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് പവർ 4, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് പവർ 4. അപ്പോൾ 2 times എക്സ് പവർ 4 എങ്ങനെ വരുന്നുണ്ടാവുക? ഇവിടെ 6c2 വന്നിട്ടുണ്ട്, എക്സ് പവർ 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് അത് -1. അപ്പോൾ 6c2 ഇൻറ്റു -1. പിന്നെ എക്സ് പവർ 4 എങ്ങനെ വരുന്നുണ്ടാവും? ഇവിടെ 6c4 എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ 6c4 ഇൻറ്റു 1. ഓക്കെ, അടുത്തത് എക്സ് പവർ 4 എങ്ങനെ വന്നിട്ടുണ്ടാവുക? 6c6 ഇൻറ്റു ഇവിടെ എക്സ് പവർ 4ൻ്റെ കോഎഫിഷ്യൻറ്റ്. എക്സ് പവർ 4 എങ്ങനെ വന്നിട്ടുണ്ടാവും? ഫസ്റ്റ് ടേം എക്സ് പവർ 6 ആയിരിക്കും. പിന്നെ എന്താ വരുന്നുണ്ടാവും? -3c1 ടൈംസ്, അപ്പം -3c1. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യൂ. -6c2 പ്ലസ് 6c4 സിംപ്ലിഫൈ ചെയ്യാം. 1 അല്ലേ വന്നിരിക്കണേ? 1 തന്നെ അല്ലേ? ഒരു ടേം മിസ്സായി നമ്മുടെ ഇല്ലല്ലോ. 6c2 ഇൻറ്റു -1 പിന്നെ 6c4 ഇൻറ്റു ഓക്കെ ഇവിടെ -2 ആണല്ലേ? സോറി ഇവിടെ എഴുതിയ ടേമിലെ ഇവിടത്തെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇല്ല, കറക്റ്റാണ്. സിംപ്ലിഫൈ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ എന്താ വാല്യൂ വരണേന്ന്.
ആൻസർ എന്താ കിട്ടണമെന്ന് പറഞ്ഞേ. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പവർ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പവർ 2 ആണ് ബീറ്റ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പവർ 2 ആണ് ബീറ്റ. അതും കൂടി കണ്ടുപിടിക്കാം. ബീറ്റ എന്താ ഇതിൻ്റെ ആൻസർ വന്നത്? 2 ഇൻറ്റു മൈനസ് 6C2 എന്ന് പറയുന്നത് 15 പ്ലസ് അടുത്തത് 6C4 15 ക്യാൻസൽ ആയി പോയോ? സ്ക്വയർ. ഓക്കെ, ഇവിടെ 1 അല്ലല്ലോ വരാം അല്ലേ? കാരണം ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ അല്ലേ എടുക്കണ്ടേ? അപ്പോൾ ഇവിടെ -2 വരാം. സോറി, ഇവിടെ തെറ്റുണ്ട് കേട്ടോ. ഇവിടെ തെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ -2 ആണ് എടുക്കേണ്ടത്. -2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ മൈനസ് ഇവിടെ എത്ര വരാൻ പോണത്? -30. അടുത്തത് -3. അപ്പം -96. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പവർ 4 -96. തെറ്റിപ്പോരുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ബീറ്റയും കണ്ടുപിടിച്ചിട്ട് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ മൈനസ് ബീറ്റയാണ് ഓപ്ഷനിലുള്ളത്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പവർ എന്താ ചോദിച്ചുള്ള അടുത്തത് ചോദ്യത്തിൽ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർഡ് ആണ് ബീറ്റ. അപ്പോൾ 2 ടൈംസ് എക്സ് സ്ക്വയർഡ് എങ്ങനെ വരുന്നത്? അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? കാരണം ഇവിടെ എക്സ് പവർ 6 ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ വരില്ല. ഇവിടെ എക്സ് സ്ക്വയർ വരാം. എങ്ങനെ? 6C4 ഇൻറ്റു ഇവിടെ എന്ത് വന്നാൽ മതി? ഇവിടെ +1 6C4 വരും. പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ വരുന്ന ടേം എഴുതി നോക്കിയാൽ മതി. ഒന്ന് എഴുതി വേഗം. 6C4 ഇൻറ്റു ഫസ്റ്റ് ടേം 6C4 ഇൻറ്റു എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഈ ടേമിൽ നിന്ന് എക്സ് സ്ക്വയർ -1 ഹോൾ സ്ക്വയർ എക്സ് പവർ 4 -2x² +1. അപ്പോൾ ഇൻറ്റു 1 ഉണ്ട്. ഇനി അടുത്ത ടേം എന്താ നോക്കും? അടുത്ത ടേം ഇതിൽ നിന്ന് വന്നിട്ടുണ്ടാവുക 6C6 ഇൻറ്റു ഇവിടെ എക്സ് പവർ എക്സ് സ്ക്വയറിൻ്റെ ടേമാണ് വരുന്നത്. എക്സ് സ്ക്വയറിൻ്റെ ടേം പറയുമ്പോൾ +3 വരും. +3 കാരണം ഇത് എക്സ് പവർ 6 -3x പവർ 4 +3x² പിന്നെ -1 അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. സോ അടുത്തത് +6C6 ഇൻറ്റു 3. അപ്പോൾ ദിസ് ഇസ് 2 ഇൻറ്റു 15 +3 36. -96ഉം 36ഉം ആണ് കിട്ടിയത്. ഇനി ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ആൽഫ = -96, ബീറ്റ = 36. ആൽഫ പ്ലസ് ബീറ്റ വരുന്നത് -60 ആണ്. ആൽഫ മൈനസ് ബീറ്റ വരുന്നത് -132 ആണ്. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ -132 ഇസ് ദ റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ.
Yes. Next question. Seventh question. Question number 7. If a hyperbola passes through the point P 10, 16 and it has vertices at plus or minus 6, 0, then equation of the normal to it at P is. നമുക്ക് കോണിക് സെക്ഷൻ എന്നൊക്കെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. പക്ഷേ NCERT ഫോർമുലകളൊന്നും മാത്രം പോരാ. നോർമൽ ഇക്വേഷൻ, ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ, ടാൻജൻസിയുടെ കണ്ടീഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൽ ആവശ്യമുണ്ട്. നോക്കാം നമുക്ക്. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ x² minus y² is equal to 1. ഇങ്ങനത്തെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വായ തുറന്നിരിക്കുന്ന ഹൈപ്പർബോള. അതിൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇത് a,0, ഇവിടെ എന്താണ് a' മൈനസ് a,0. ഓക്കെ അല്ലേ? അപ്പോൾ എ അവർക്ക് പെട്ടെന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് a,0 ആണ് വെർട്ടെക്സ്. അപ്പോൾ a വാല്യൂ 6 ആണ് കിട്ടി. a value 6. അപ്പോൾ x² 36 minus y² b² is equal to 1. ഇനി എന്താ പറയുന്നത്? പാസസ് ത്രൂ 10, 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10, 16 കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് 10² 36 minus 16² b² is equal to 1. അപ്പോൾ 10² 36 മൈനസ് 1 ആണ് എന്ത് വരാൻ പോണത്? 16² b². അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ എന്താ വരാൻ പോണത്? 64 36 ആണ് 16² b² വരാൻ പോണത്. അപ്പോൾ ഇതിന് b² കിട്ടും. b² is equal to എന്താ കിട്ടാൻ പോണത്? 4 144. b² is equal to 144. b² is equal to 144. അപ്പോൾ നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷനായി x² 36 minus y² 144 is equal to 1. This is the equation of the hyperbola. Equation of the hyperbola. ഇനി ഇതൊരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്താ പറയുക? ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് നോർമൽ അറ്റ് 10, 16. നോർമൽ അറ്റ് 10, 16. അപ്പോൾ നോർമൽ ഇക്വേഷൻ ഡയറക്റ്റ്ലി അറിയണം. എന്താണ്? x² a² മൈനസ് y² b² is equal to 1 എന്ന് പറഞ്ഞ ഹൈപ്പർബോളയുടെ നോർമൽ അറ്റ് ദ പോയിന്റ് x1 y1 is എന്താണ്? a² x by x1 സോറി a² x by x1 minus plus b² y by y1 is equal to a² plus b². a² x by x1 plus b² y by y1 is equal to a² plus b². अब 36x by 10 plus 144y by 16 is equal to 1 എത്ര വരാമാണ്? a² plus b² എന്ന് പറയുമ്പോൾ 180. അപ്പോൾ 18 ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ 36 ക്യാൻസൽ ചെയ്ത് കളയാലോ. 36 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 times 5 times. അപ്പോൾ x by 10 plus y by 4 is equal to 5. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആക്കാം. വേണമെങ്കിൽ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരാൻ പോണത്?
2x plus 5y is equal to 100. 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 Straightforward question. Next question. Next is question number 8. Question number 8. Limit x tends to 0, integral 0 to x, t sin 10t divided by x is equal to. ഒരു ലിമിറ്റ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ട്രൈ ചെയ്യുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ എന്താണ്? ഇൻറ്റഗ്രൽ 0 to 0 ആയി. അപ്പോൾ ന്യൂമറേറ്റർ വാല്യൂ എന്തായി മാറി? 0 ആയി മാറി. ന്യൂമറേറ്റർ വാല്യൂ എന്തായി മാറി? 0 ആയി മാറി. ഇനി നമുക്കൊരു കാര്യം മനസ്സിലായി, ഡിനോമിനേറ്ററും 0 ആണുള്ളത്. അപ്പോൾ 0/0 ഫോം ആണ്. അപ്പോൾ യു ക്യാൻ യൂസ് ലോപ്പിത്തൽസ് റൂൾ. ലോപ്പിത്തൽസ് റൂൾ ഉപയോഗിക്കാം. ലോപ്പിത്തൽസ് റൂൾ ഉപയോഗിക്കാം. ഇപ്പോൾ ലോപ്പിത്തൽ റൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഇതറിയണമല്ലോ നമുക്ക്. d/dx ഓഫ് ഇൻറ്റഗ്രൽ 0 to x t sin of 10t dt. ഓക്കെ, ഇതറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കാൽക്കുലസ് അറിയണം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കാൽക്കുലസ് പറയണം എന്താണെന്ന് അറിയാം. d/dx ഓഫ് ഇൻറ്റഗ്രൽ a to x f of t dt is equal to f of x. ഇതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കാൽക്കുലസ് പറയുന്നത്. d/dx ഓഫ് ഇൻറ്റഗ്രൽ a to x f of t dt is fx. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കാൽക്കുലസ്. അപ്പോൾ ന്യൂമറേറ്റർ എന്തായി മാറി? ലോപ്പിത്തൽ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്തായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ന്യൂമറേറ്ററിൽ എക്സ് സൈൻ 10x ബൈ ഡിനോമിനേറ്ററിൽ എന്തായി? 1 ആയി. എക്സിന് 0 അപ്ലൈ ചെയ്യുക, എക്സിന് 0 കൊടുക്കുക. ദി ആൻസർ ഇസ് 0. 0 is the answer. Simple question, provided you know these two facts: L'Hopital's rule and fundamental principle of calculus. Fundamental principle of calculus. Yes, next question. Question number 9 അല്ലേ? If a line y is equal to mx plus c is a tangent to the circle and it is perpendicular to a line L1 where L1 is a tangent to the circle x square plus y square is equal to 1 at the point 1/√2, 1/√2, then just a rough idea കിട്ടാൻ വേണ്ടി ഒരു വേഗം ഒരു പടം വരച്ചേ. പടം വരച്ചെല്ലാവരും? യെസ്, ഞാനും വരയ്ക്കാം. എന്താണ്? ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ = 1. ഇറ്റ്സ് എ സർക്കിൾ സെൻറ്റർഡ് അറ്റ് 3,0 ഹാവിംഗ് റേഡിയസ് 1 യൂണിറ്റ്സ്. ഓക്കെ, അതിനൊരു ടാൻജൻറ്റ് y = mx plus c തന്നിട്ടുണ്ട്.
അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് മറ്റേ സർക്കിളിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്വൽ ടു 1 ടാൻജൻ്റ് ആണ് അറ്റ് 1/√2 1/√2. അപ്പോൾ ഫിഗർ വരയ്ക്കാം നമുക്ക്. നോക്കിക്കോ, ഫിഗർ എല്ലാവരും ശ്രദ്ധിച്ചോ. ഫിഗർ വരച്ചില്ലെങ്കിൽ ഇമാജിൻ ചെയ്യാം കേട്ടോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൻ്റെ ഇക്വേഷൻ x-3 പ്ലസ് വൈ സ്ക്വയർ ഇസിക്വൽ ടു 1 കാണാമല്ലോ അല്ലേ എല്ലാവർക്കും. സർക്കിളിൻ്റെ ഇക്വേഷൻ അതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഫിഗറിൽ. അതിൻ്റെ സെൻറ്റർ 3,0. അതിനൊരു ടാൻജൻറ്റ് y ഇസിക്വൽ mx പ്ലസ് c. ഇനി അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ L1 ഉണ്ട്, L1 ഡോട്ടഡ് ലൈൻ. ആ ഡോട്ടഡ് ലൈൻ L1 അതെന്താ പറയണത്? അത് ഈ സർക്കിളിൻ്റെ ടാൻജൻ്റ് 1/√2 1/√2 ആണ്. ഓക്കെ, അപ്പോൾ കാര്യം എളുപ്പമാണ്. കാരണം എന്താ, ആദ്യം ചിന്തിക്കുക, ഈ സർക്കിൾ തന്നിട്ടുണ്ട്, ആ സർക്കിളിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ആ പോയിന്റിലെ ടാൻജൻ്റ് ആണ് L1. സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിളിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു വിഷമമില്ല. x² പ്ലസ് വൈ സ്ക്വയർ ഇസിക്വൽ ടു r² ആണെങ്കിൽ എങ്ങനെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറ്റ് ദ പോയിന്റ് x1 y1 കണ്ടുപിടിക്കുക? x² x ഇൻറ്റു x ആക്കുക, y² y ഇൻറ്റു y ആക്കുക, ഇസിക്വൽ ടു r². അപ്പോൾ x(x1) പ്ലസ് y(y1) ഇസിക്വൽ ടു r². ഈ ഫോമായി x(x1) പ്ലസ് y(y1) ഇസിക്വൽ ടു r² ഫോമായി. അപ്പോൾ ഇവിടുത്തെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറ്റ് ദ പോയിന്റ് 1/√2 1/√2 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? x/√2. ഏത്? ഈ ലൈൻ്റെ ഇക്വേഷൻ. ഈ ലൈൻ്റെ ഇക്വേഷൻ x/√2 പ്ലസ് y/√2 ഇസിക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് -1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടി, എന്താണ്? 1 ആണ്. കാര്യം ഇതിൻ്റെ സ്ലോപ്പ് -1 പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് y ഇസിക്വൽ ടു x പ്ലസ് c ആണ് മനസ്സിലായി. y ഇസിക്വൽ ടു x പ്ലസ് c. സിമ്പിൾ, ഇത്രയും വളരെ സിമ്പിൾ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ സർക്കിളിന് ഈ ലൈൻ ടാൻജൻ്റ് ആണ്. അപ്പോൾ ടാൻജൻസി കണ്ടീഷൻ എന്താണ്? ഈ സെൻട്രൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ, ആ ഡിസ്റ്റൻസ് അതിൻ്റെ റേഡിയസ് ആയിരിക്കും. എന്താണ്? 3,0 നിന്ന് ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിൻ്റെ റേഡിയസ് ആയിരിക്കും, 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ എഴുതാ, സെൻറ്ററിൽ നിന്ന് ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന. അപ്പം നമ്മുടെ ലൈൻ ഇങ്ങനെയാണ്, y ഇസിക്വൽ ടു x പ്ലസ് c അഥവാ x - y പ്ലസ് c ഇസിക്വൽ ടു 0. ഇത് 1 ആണ്. സെൻറ്റർ ഏതാണ്? 3,0. ഇതാണ് ഇവിടുത്തെ സീൻ. 3,0 നിന്ന് അതിലേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസ് 1 യൂണിറ്റ്. അപ്പം മോഡുലസ് ഓഫ് 3 - 0 പ്ലസ് c ബൈ √2 ആണെന്ത്? 1. അപ്പോൾ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി? c+3² ഇസിക്വൽ ടു 2. c² പ്ലസ് 6c പ്ലസ് 7 ഇസിക്വൽ ടു 0. c² പ്ലസ് 6c പ്ലസ് 7 ഇസിക്വൽ ടു 0. c² പ്ലസ് 6c പ്ലസ് 7 ഇസിക്വൽ ടു 0. c കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. സിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ആണ് നമ്മുടെ ഓപ്ഷനുകളെല്ലാം ഉള്ളത്. c² പ്ലസ് 6c പ്ലസ് 7 ഇസിക്വൽ ടു 0. Dog is the answer. Dog is the answer. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. Question number 10. ഒന്ന് വായിച്ചാൽ, let alpha is equal to -1 plus i√3/2 if a is equal to 1 plus alpha into sigma k is equal to 0 to 100 alpha raised to 2k, b is equal to k is sigma k is equal to 0 to 100 alpha raised to 3k. A and b are roots of the quadratic equation.
ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. യെസ്, ആദ്യം റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള സാധനമാണോ? ആൽഫ -1/2 + i√3/2 എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ സംഭവം എന്തായി മാറി? 1 + ω × സിഗ്മ k = 0 to 100 ω⁻²k. ω⁻²k. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇത് നോക്കിയത് ഒരു ജി പി ആണ്. ഓക്കെ, സോ ദിസ് ബിക്കംസ് 1 + ω × ജി പിയുടെ എങ്ങനെയാണ്? ഫസ്റ്റ് ടേം എന്താണ്? 1 ആണ്. ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ ω² ആണ്, റേസ് ടു നമ്പർ ഓഫ് ടേംസ് 101 ആണ്, -1 കോമൺ റേഷ്യോ -1. ജി പി ആണ്, അതാണ് അതിൽ റിയലൈസ് ചെയ്യേണ്ട കാര്യം. ജി പി ആണത്. അപ്പോൾ ω⁻202 ഉണ്ട്. ω⁻202 ഉണ്ട്. ω⁻202 എന്ന് പറഞ്ഞാൽ ഓക്കെ, ω⁻202 ഒമേഗയുടെ പവറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? ω⁻n എന്ത് ഫോമിലുണ്ടാവുക? ω⁻n എന്ത് ഫോമിലുണ്ടാവുക? എന്തായിരിക്കും? This will be 1 if n is of the form 3k. This will be omega if n is of the form 3k plus 1. And this will be ω² if n is of the form 3k plus 2. അപ്പോൾ ω⁻202. അത് 202 എന്ന് പറയുമ്പോൾ 201 ω1 ആണ്. അപ്പോൾ അത് ഒമേഗയാണ്. അപ്പോൾ ദിസ് ഇസ് ω -1, ω² -1 1 + ω. അപ്പോൾ ന്യൂമറേറ്ററിൽ ω -1 × ω + 1 ω² -1 ക്യാൻസൽ ആയിപ്പോയി. ദി ആൻസർ ഇസ് 1. എ കിട്ടിയത് നമുക്ക് എന്താണ്? 1 ആണ്. എ കിട്ടിയത് 1 ആണ്. ഇനി ബി നോക്കാം നമുക്ക്. ബി എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാം? സിഗ്മ k = 0 to 100 k = 0 to 100 α⁻3k. But this is sigma k is equal to 0 to 100 ω⁻3k. നോക്ക്, ഇവിടെ ഇത് ജി പി ആണ്. പക്ഷെ ജി പിയുടെ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ കുടുങ്ങാൻ പോണത്. ഓക്കെ, ജി പിയുടെ ഫോർമുല ഉപയോഗിച്ചാൽ കുടുങ്ങും. എന്താ കാര്യം എന്നറിയോ? ജി പിയുടെ ഫോർമുല ഉപയോഗിച്ച് നോക്കിയാൽ ഫസ്റ്റ് ടേം 1 ഇൻറ്റു കോമൺ റേഷ്യോ ω³ റേഷ്യോ നമ്പർ ഓഫ് ടേംസ് 101 -1 ω³ -1. ഒമേഗ ഉപയോഗിക്കാതെ പകരം ഓക്കെ ഇങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ ഇത് ന്യൂമറേറ്ററിൽ 0 0/0 ഫോമാണ് വരാൻ പോണത്.
എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ജി പി എല്ലാ ടേമും ഇവിടെ എന്താണ് 1 ആണോ, കാരണം ഒമേഗ ക്യൂബ് ഒമേഗ ക്യൂബിന്റെ മൾട്ടിപ്പിൾസ് ആണ്, അതൊക്കെ എന്താണ് 1 ആണ്. അത് ഇങ്ങനത്തെ ഒരു ജി പി നിങ്ങൾ വാല്യൂറ്റ് ചെയ്യാൻ നോക്കിയാലേ 1+1+1+, ഇതിന് ഫോർമുല ഉപയോഗിക്കാൻ നോക്കിയാൽ എന്താ, ഫോർമുല പ്രകാരം ആൻസർ കിട്ടില്ലല്ലോ. കോമൺ റേഷ്യോ r is equal to 1 ആയാൽ നമ്മുടെ ആ ഫോർമുല വാലിഡ് അല്ല. Sn is equal to a into r(-1/r-1) ഉപയോഗിക്കണമെങ്കിൽ r not equal to 1 ആവണം, അല്ലെങ്കിൽ പിന്നെ ലിമിറ്റിംഗ് കണ്ടീഷനൊക്കെ എടുക്കണം. അപ്പോൾ ജി പിനെ കുറിച്ച് ഇവിടെ മറന്നേക്കും. ഇവിടെ ജി പി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ k0 ആകുമ്പോൾ 1 ആണ്, k1 ആകുമ്പോൾ അതെന്താണ് 1 ആണ്, ഒമേഗ ക്യൂബ്. അടുത്തത് ഒമേഗ പവർ 6 1, അങ്ങനെ പോയി 100ാമത്തെ ടേം വരെ 1, 101 ടേം മൊത്തം ഉണ്ട്. കാരണം എന്താ, k0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. സോ ദിസ് ഇസ് 101. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, എ ആൻഡ് ബി ആർ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ A1 B101. അപ്പോൾ എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരാൻ പോണത്, x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x² മൈനസ് 102x പ്ലസ് 101 ഇസ് ഈക്വൽ ടു 0. x² മൈനസ് 102x പ്ലസ് 101, ഏതാ ഓപ്ഷൻ നോക്കാം നമുക്ക്. യെസ്, സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു അപ്ഡേറ്റ്സ് കിട്ടാൻ 9037351290 ഇതിലേക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ അഡ്വാൻസ് ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഗ്രൂപ്പിൽ നിന്ന് അപ്ഡേറ്റ്സ് കിട്ടും ഇനി വരുന്ന ക്ലാസ്സുകളെ കുറിച്ചുള്ള. ഓക്കെ, ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.